ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ തന്നെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വയലിൽ വെള്ളം കയറുന്ന. ഇന്നിപ്പോൾ കണ്ടോ, രാവിലെ എണീറ്റപ്പോഴുള്ളൊരു സീനാണിത്. മൊത്തത്തിൽ വെള്ളമായിട്ടോ. എന്നാൽ വഴിയിലിതാ പാതിക്ക് വെള്ളമെത്തി. ഇന്നലെ ആ വയലിൽ കയറി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കി വന്നതിന് ശേഷം എനിക്ക് ദോശ ഇട്ടു കേട്ടോ. ഓരൊക്കെ ഇഡ്ഡലിയാണ് കഴിച്ചത്. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല മുരിഞ്ഞ ദോശയാക്കിയിട്ട് ഉണ്ടാക്കി. അതും ലിവർ വരട്ടിയതുണ്ടായിരുന്നു. അതും പിന്നെ നമ്മുടെ നെയ്യിട്ട കാപ്പിയും കൂടി കൂട്ടി കുടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ എല്ലാവരുടെയും നല്ല മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസിലൊക്കെ അതുതന്നെയാണ് ന്യൂസായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അങ്ങനെ ഇതാകണ്ടോ, ആ ഫ്രണ്ടിൽ നിന്നിട്ട് കാണുന്നൊരിതാണ്. ഇപ്പോൾ രാവിലെ തന്നെ തോണി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വീട്ടിലേക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു വന്നതാട്ടോ, കുറച്ച് അപ്പുറത്തുള്ളതാണ്. ഒരു നമ്മളെ സ്ഥിതിയൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തോണിയിൽ വന്നതാണ്. ഇവിടെ റോഡ് മൊത്തത്തിൽ വെള്ളമായാൽ പിന്നെ തോണി ഇറക്കും. അത് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തോണിയാണ്. വർഷങ്ങളായിട്ട് നമ്മളതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര വെള്ളമൊക്കെ ആണെങ്കിൽ ഇത് തോണിക്ക് ഇത് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അന്നപ്പോൾ തോണി ഇറക്കില്ല. ഇങ്ങനത്തെ റോഡ് മുങ്ങിയിട്ടുള്ള ഈ ഒരു വെള്ളത്തിലൊക്കെ തോണി തന്നെയാണ് ഉപയോഗിച്ചിട്ട് നമ്മൾ അക്കരെ കിടക്കുക. അങ്ങനെ ഉപ്പിതാ പിന്നെ നമ്മൾ വലയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്പല്ലി വലയിട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ പോയതാ. അപ്പോൾ ഇതാ ഒരു വലിയൊരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം കയറുമ്പോഴുള്ള ആകെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മീൻ കിട്ടുന്നതാണ്. അല്ലാണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ. എങ്ങോട്ടും പോകാൻ പറ്റൂല, ആരെയും കാണാൻ പറ്റൂല. അങ്ങനെ മീനിനെ കണ്ടപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ അത് ബക്കറ്റിലിട്ടതും അത് ചാടിയങ്ങ് പോയി. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ടുണ്ടോന്ന് ഇതാകുമ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ വെട്ടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതാ ഉപ്പ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഈ ചക്കമുള്ളം കിട്ടാൻ വേണ്ടി, അതായത് പരൽ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് വലയിട്ടത്. അപ്പോൾ അത് പൊക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊരുപാട് മീനുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ മീനൊക്കെ പിടിച്ച് വന്നു. ഇതുണ്ടോ, ഒരു ബക്കറ്റിൽ ഏകദേശം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറയുന്ന ചക്കമുള്ള മീൻ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് പറയാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോവാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേനും ഇതുവരെ ഉള്ളത്. അത് തോണിയിലാണ് പോകുന്നത്. കുറച്ച് പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. കാരണം മക്കളെയും കൂടി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അതിൻ്റെ ഒരു ടെൻഷനും പേടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ അക്കരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മക്കൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അല്ലാണ്ട് നമ്മൾ എവിടെ ടൂർ പോയാലൊന്നും നമ്മളെ ചെവിയർക്ക് എന്താക്കൂല, പിന്നെ ഇങ്ങനെ ബോട്ടിലും ഒന്നും കൊണ്ടുപോകില്ല. കാരണം പേടിയാണ്. മക്കളെ കയറ്റിയിട്ട് അങ്ങനത്തെ ഒരു വാട്ടറിൻ്റെ ഇതിലും ആക്കൂല. പക്ഷേ ഇങ്ങനെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളിവിടെ വീട്ടിൽ പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ തോണി പോകും കേട്ടോ. അപ്പോൾ ഓയ്ക്കും കയറാനൊരവസരം, എനിക്കും കയറാനൊരവസരം.
വിചാരിച്ചു മോന് ഭയങ്കരമായിട്ട് കരയുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആളെൻ്റെ മടിയിൽ നന്നായിട്ട് അവിടെ ഇരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കുട്ടികൾ ഇതാ വെള്ളത്തിൽ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ, വെള്ളം കുറവുള്ള സ്ഥലത്തുനിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത തുടങ്ങുന്നതിലേക്ക് ബൈ ബൈ.